ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് റിഫയിലുള്ള ഫോർട്ട് കാണാനാണ്. 18-ാം കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചൊരു ഫോർട്ട് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനിവിടെ ഒരിക്കലും വന്നിരുന്നു. അന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും ഇതുവരെ പിടിച്ചിരുന്നില്ല. ഫോർട്ടിനേക്കാളും ഇവിടെ കാണാൻ ഭംഗി ഇതിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ്. അതിൽ എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് നൈറ്റിലി ഈ പള്ളിയുടെ ഒരു വ്യൂ ആണ്. അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. ഫുള്ള് ലൈറ്റൊക്കെ തെളിച്ചു ലോങ്ങിൽ നിന്ന് കാണാനൊരു എന്താ പറയുക, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. ഞങ്ങൾ റിഫയിലൊരു വർക്ക്ഷോപ്പിൽ വന്നായിരുന്നു. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊരു 5-6 മണിയായി. അപ്പോൾ 6 മണിയുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഡേ വ്യൂവും നൈറ്റ് വ്യൂവും തമ്മിൽ എന്താ പറയുക, രണ്ടും രണ്ട് രീതിയിലുള്ളൊരു ഫീലിങ്സാണ് നമുക്ക് തരുന്നത്. ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ റിഫയിലെ ഈസ്റ്റ് വെസ്റ്റ് റിഫയുടെ നടുക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോർട്ടിൽ നിന്നാൽ റിഫയുടെ ഒരു ഭൂരിഭാഗവും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ സൂം ചെയ്തിട്ട് പോലും നമുക്ക് അത്ര അറ്റം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് അവിടുത്തെ ഒരു പാലസോ ഫോട്ടോ എന്തോ ആണ്. അവിടെ ഒരു വലിയൊരു ഫ്ലാഗ് ഉണ്ട്. അത് നല്ല ഡിസ്റ്റൻസിലാണ് കേട്ടോ. അത് ഞാൻ അത്ര സൂം ചെയ്തിട്ട് ക്ലാരിറ്റി കിട്ടാത്തത് നല്ല പൊടിക്കാറ്റായിരുന്നു. നല്ല കാറ്റാണ് ഇവിടെ. ഞാൻ ഓൺ വോയിസ് വീഡിയോ റെക്കോർഡ് ചെയ്തതായിരുന്നു, പക്ഷേ കാറ്റ് കാരണം അത് നമുക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഈ ഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 18-ാം കാലഘട്ടത്തിൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കി എന്നാണ് പറയപ്പെടുന്നത്. അത്ര പഴക്കമുണ്ട് ഈ ഫോർട്ടിനെ. ഈ ഫോർട്ടിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം കാണുന്ന ഒരു വ്യൂ ആണ് ഫോർട്ടിൻ്റെ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അകത്തുള്ള ലൈറ്റുകളും അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ അവർ ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫ്ലാഗാണ് കേട്ടോ. ആ കാറ്റത്ത് ഫ്ലാഗ് പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അകത്തുള്ള റെഡ് നൈറ്റിലത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ നോക്കിയാലോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷെയ്ഖ് സൽമാൻ ബിൻ അഹമ്മദ് ഫത്തെ ഫോർട്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ നമുക്ക് വണ്ടികളും കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ പുറത്താണ്. ഇവിടത്തേക്കുള്ള എൻട്രൻസ് നമുക്ക് ഫ്രീ ആണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് കയറാനുള്ള റൈറ്റ്സ് നമുക്കില്ല. ഇപ്പോൾ അവിടെ നിന്നൊരു ഡോറാണ്. ഫോർട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഫോർട്ടിൽ നമുക്ക് ഈ ഒരു ഫുൾ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ലൈറ്റും കാര്യങ്ങളും ഫോർട്ടിന് അടിപൊളി ഒരു ആംബിയൻസ് ആണ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് നൈറ്റിൽ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണം. ആ കാണുന്ന ഡോറ് ഇതിനകത്തോട്ടുള്ളൊരു എൻട്രൻസ് ആണ്. പക്ഷെ നമ്മൾ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ നമുക്ക് അലൗഡ് അല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാഗ് അത് പറക്കുന്നത് കണ്ടോ, അത്ര കാറ്റാണ് അവിടെ. ഒരു അടിപൊളി ഒരു ഇതാണ്, ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ എൻ്റെ പുറത്ത് സൈഡിലോട്ട് ചെന്നപ്പോൾ ഉള്ളൊരു സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നാണ് VIPs, അതായത് ഇവിടെ നാഷണൽ ഡേക്ക് കാര്യങ്ങളെല്ലാം വെടിക്കെട്ടും എല്ലാം കാണുന്നത് ഈ സ്റ്റേജിൽ നിന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നുള്ളൊരു സൂം ചെയ്തപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് പോലെ തോന്നി. അത് ഗോൾഫിൻ്റെ ഗ്രൗണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഗോൾഫിൻ്റെ ഗ്രൗണ്ട്, അതെ, അവിടെ ഫ്ലാഗുകളും കാര്യങ്ങളും മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മളുടെ അമ്പരപ്പിക്കുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഡോറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഈ സ്റ്റേജിലോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ താഴത്തോട്ടൊരു സ്റ്റെയർ ഉണ്ട്. അവിടെ ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രയോ പഴക്കമുള്ളൊരു ഫോട്ടോ ആണെന്ന്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരുഭൂമിയുടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു 30 അടി ഹൈറ്റിന് മുകളിലാണ്. പക്ഷെ നമുക്ക് കണ്ടാലത് മനസ്സിലാവില്ല. താഴത്തു നിന്നുള്ളൊരു വ്യൂ നോക്കിയേ. നമ്മളെ കൂടാണ് കുറച്ച് വിസിറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. താഴത്തു നിന്നുള്ള വ്യൂ നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്നൊരു വ്യൂ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ ശരിക്കും പേടിയാവും. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല ഹൈറ്റിലാണ്, അതുപോലെ തന്നെ നല്ല കാറ്റാണ്. അപ്പോൾ നമ്മൾ ശരിക്കും താഴത്തോട്ട് വീഴുമെന്നുള്ളൊരു പേടി നമുക്ക് ശരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ആ ഞാനിപ്പോൾ ഇറങ്ങി വന്ന സ്റ്റെയർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 18-ാം കാലഘട്ടത്തിൽ പണിത ഫോട്ടോ. അപ്പോൾ ഈ സ്റ്റെയർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിനെന്തോരം പഴക്കമുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ലൈറ്റ്, താഴത്തെ ലൈറ്റുകളൊക്കെ കണ്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത്. വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതൊരു ബീരങ്കിയുടെ ഒരു സ്റ്റാച്ചു ആണ്. ഇനി നമ്മൾ ഇത്ര നേരം കണ്ടൊരു വ്യൂ ആയിരുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് കാണാൻ പോകുന്നത് നൈറ്റ് വ്യൂ ആണ്.
നേരത്തെ കണ്ട പ്രദേശത്തെ എല്ലാ ലൈറ്റുകളും അവർ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണുന്ന വീനേക്കാളും ഞാൻ എൻ്റെ ഫോണിൽ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? ശരിക്കും നെട്ടിപ്പോവും നമ്മൾ. ഞാൻ പറഞ്ഞില്ല ആ പള്ളിയുടെ വ്യൂ ഇപ്പം ഞാൻ ഫോണിൽ കാണിക്കുന്നതിനേക്കാളും 10 ഇരട്ടി ഭംഗിയാണ്ടോ ശരിക്കും അത് കാണാനായിട്ട്. ഇപ്പം ഇത് ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ മാത്രമാണ്. ശരിക്കും എന്താ പറയുക, നമ്മൾ ഫ്ലൈറ്റിനൊക്കെ വരില്ലേ, ഫ്ലൈറ്റിനൊക്കെ വരുമ്പോഴുള്ളൊരു വ്യൂ കാണില്ലേ ബഹ്റിൻ്റെ, ശരിക്കും അത് തന്നെയാണ് നമുക്ക് ഇവിടെ പോയി കാണാവുന്നത്. ഇതിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ സൂം ചെയ്തും കാര്യങ്ങളെല്ലാം ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഇതെങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ശരിക്കും ഒരു ഈവനിങ് വന്ന് ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മരുഭൂമിയില്ലേ, ആ ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലം, ഞാൻ 3 പ്രാവശ്യം ഇതിന് ചുറ്റും വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നു. എന്നിട്ടും എനിക്ക് മടുത്തില്ല. കാരണം അവിടുത്തെ വ്യൂ അത്ര മനോഹരമായിരുന്നു. ശരിക്കും നമ്മളെ നെട്ടിച്ച് കളയും. ശരിക്കും ഞാൻ പറഞ്ഞ പള്ളി ഒന്നുകൂടി ഇരുട്ടായാലേ പള്ളിയുടെ വ്യൂ കാണാനായിട്ട് വേറൊരു ഇതാണ്. ഇതിൽ കൂടാണ്ട് നമുക്ക് 2 ഫോർട്ടുകളുണ്ട്. ഒന്ന് ബഹ്റൈൻ മെയിൻ ഫോർട്ടും അറാദ് ഫോർട്ടും. അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത 1-2 എപ്പിസോഡിലായിട്ട് നമുക്ക് കാണാം. ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പള്ളിയുടെ ഭംഗി നോക്കിയേ. പക്ഷേ ഇതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് ഇത്ര ഭംഗി തോന്നിയില്ല കേട്ടോ. പക്ഷേ ശരിക്കും എന്താ പറയുക, ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. താഴത്തുനിന്ന് ഫോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്, ആ റെഡ് ലൈറ്റും കാര്യങ്ങളും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ മസലാമ.